الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. പരലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് സൂചന നൽകുകയാണ്. പരലോകത്ത് അക്രമികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക ആക്കാത്തവരൊക്കെ കൈകടിക്കും. യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അവരൊക്കെ വിലപിക്കും. റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര നല്ലവനാകുമായിരുന്നു എന്നൊക്കെ അവർ പരലോകത്ത് വിലപിക്കും. മനുഷ്യന്മാർ അങ്ങനെ അവരൊക്കെ ഓരോരുത്തരും തിന്മകൾ ഏറ്റുവാങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് വഖാല റസൂലു, റസൂല് പറയും യാ റബ്ബി, പടച്ചവനെ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഖൗമ് ഈ ഖുർആനിനെ കൈവെടിഞ്ഞു എന്ന് പറയുന്നു. നിബിതങ്ങള് പ്രയാസപ്പെട്ട് വിലപിക്കും എന്നാണ്. എന്റെ ഖൗമ് ഈ ഖുർആനിനെ കൈവെടിഞ്ഞു. ഇത്ര നല്ലൊരു ഖുർആൻ ഉണ്ടായിട്ട് ജീവിതത്തിന്റെ നാനാ തുറകളിലും വെളിച്ചം നൽകുന്ന, ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന, മനുഷ്യ രാശിയെ നിയന്ത്രിക്കുന്ന, മനുഷ്യന് ശരീഅത്തായിട്ടുള്ള മുഅ്ജിസത്ത് കൂടിയായിട്ടുള്ള ഈ ഗ്രന്ഥം ജനങ്ങളൊക്കെ കൈവെടിഞ്ഞു എന്ന് പ്രവാചകൻ പറയുന്നു. ഹിജ്റാനുൽ ഖുർആൻ എന്നാണ് അതിന് പറയാം അറബിയിൽ. ഖുർആനിനെ കൈവെടിയുക, ഖുർആനിനെ ഒഴിവാക്കുക. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ ഖുർആനിനെ കൈവെടിയുന്നവനായി മാറുന്നത്? നമുക്കറിയാം, നമ്മൾ 3-4 കാര്യങ്ങളാണ് പൊതുവെ ഖുർആനുമായി നമ്മുടെ സമീപനം. ഒന്ന് ഖുർആൻ ഓതുക, ഖുർആൻ ഹിഫ്ളാക്കുക, ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിക്കുക, ശരീഅത്തായിട്ട് ഖുർആനിനെ ഉൾക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആൻ ഓതുക എന്നത്. അത് അതിപ്രധാനമാണ്. ശരിക്ക് തജ്വീദ് അനുസരിച്ച് നിയമപ്രകാരം പരിശുദ്ധ ഖുർആൻ ഓതുക. തജ്വീദ് എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാന ശാഖയാണ് ഖുർആനിന്റെ.
ഖുർആനിൽ നിന്നാണ് എല്ലാ വിജ്ഞാനങ്ങളും എന്ന് നാം മനസ്സിലാക്കണം. അറബി ഭാഷയിലുള്ള എല്ലാ വിജ്ഞാനങ്ങളും ഖുർആനിൽ നിന്നാണ്. അത് ഗ്രാമർ ആവാം, സർഫ് ആവാം, അലങ്കാര ശാസ്ത്രങ്ങളാവാം, ബലാഗ എന്ന് പറയുന്ന അങ്ങനെ ആവാം. ഒരുപാട് ശാഖോപശാഖകൾ അറബി ഭാഷക്കുണ്ട്. അതൊക്കെ ഖുർആനിൽ നിന്നാണ്. തജ്വീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഅ്താഉ കുല്ലി ഹർഫിൻ ഹഖ്ഖഹു എന്നാണ്. ഖുർആനിലെ ഓരോ അക്ഷരത്തിനും അതിന്റെ അവകാശങ്ങൾ നൽകുക എന്നതാണ്. അപ്പൊ ഒരു അറബി പത്രം വായിക്കും പോലെ ഖുർആൻ വായിച്ചാൽ പോരാ. ഒരറബി വായിക്കും പോലെ വായിച്ചാൽ പോരാ, പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ. ഓരോ അക്ഷരവും കൃത്യമായിരിക്കണം. അതാണ് തജ്വീദ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓതാനുള്ള ഭംഗി എന്നല്ല അതിന്റെ അർത്ഥം. ഭംഗി ഉണ്ടായത് കൊണ്ട് തജ്വീദ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. തജ്വീദ് ഉണ്ടായത് കൊണ്ട് ഭംഗിയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ തജ്വീദ് അറിയാതെ ഓതിയാൽ വലിയ അപകടമുണ്ടാകും. ഒരുപാട് അബദ്ധങ്ങൾ കേൾക്കാറുണ്ട് പലപ്പോഴും. വിവരമുള്ളവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. പിന്നെ വിവരമില്ലാത്തവരുടെ കാര്യം പറയണം. നിക്കാഹിന്റെ ഒക്കെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വഅൻകിഹുൽ അയാമ മിൻകും. ഒരു ഉദാഹരണമാണ്. വഅൻകിഹു, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. നമ്മളോടാ പറയണത്, രക്ഷിതാക്കളോടാണ് പറയുന്നത്. വഅൻകിഹു അൽ അയാമ മിൻകും, നിങ്ങളിലെ ഇണയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇണകളെ കണ്ടെത്തിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു തആല രക്ഷിതാക്കളായ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ പലയിടത്തും ചില ആളുകളൊക്കെ ഓതുമ്പോ, നമ്മളും ഓതുമ്പോ അറിയാതെ വങ്കിഹു അൽ അയാമാ മിൻകും എന്ന് ഓതും. വങ്കിഹുൽ അയാമാ മിൻകും. ആ എന്നതിന്റെ അവകാശം പൂർത്തീകരിച്ചു കൊടുക്കാതെ വൻകിഹു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അർത്ഥം മാറി നിങ്ങൾ വിവാഹം കഴിക്കണം എന്നായി മാറും. വലിയ വ്യത്യാസമുണ്ട്. നമ്മള് നമ്മുടെ കുട്ടികളെയും മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതും ഇവിടെ ഭാര്യ ഇല്ലാത്തവരും ഇണയില്ലാത്തവരൊക്കെ നമ്മൾ വിവാഹം കഴിക്കണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഓതുമ്പോ പലയിടത്തും പല ഇമാമുമാര് ഓതുമ്പോ, ചില ഖത്തീബുമാര് ഓതുമ്പോഴൊക്കെ ഇങ്ങനെ ചില പിഴവുകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വിവരമുള്ളവരുടെ കൂട്ടാണ്. പിന്നെ വിവരമില്ലാത്തവരുടെ കാര്യം പറയണോ? ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ, ഓതാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പിഴവ് പറ്റും എന്ന് ഉറപ്പാണ്. അപ്പൊ വങ്കിഹുൽ അയാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നായി അർത്ഥം. അൻകിഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നായി. നിസ്സാരമാണ് സംഗതി, പക്ഷേ വലിയ അർത്ഥവ്യത്യാസമാണ്. അള്ളാഹ് ഉദ്ദേശിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു ഫതഹോ കസറോ മാറിയാൽ അറബി ഭാഷയുടെ അർത്ഥം മാറും. സംഗതി കേവലം തെറ്റായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റില്ല. ഇന്നല്ലാഹ ബരീഉൻ മിനൽ മുശ്രിക്കീന വറസൂലുഹു, മുശ്രിക്കീങ്ങളിൽ നിന്നും അല്ലാഹു ഒഴിവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും ഒഴിവാണ് എന്നാണ് ഖുർആനിലെ ആയത്ത്. പക്ഷെ അവിടെ വറസൂലിഹി എന്ന് ഓതിയാലോ, റസൂലിൽ നിന്നും അല്ലാഹു ഒഴിവാണ് എന്നർത്ഥം കിട്ടും. അപ്പൊ മുശ്രിക്കീങ്ങളെ പോലെ തന്നെയാണ് റസൂലും എന്നർത്ഥം വരും. അവിടെ ലമ്മ് പറയേണ്ടതിന് പകരം കസ്ർ പറഞ്ഞതാണ് അബദ്ധം. അങ്ങനെ ഒരുപാട് ഖുർആനിലുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നത് വിവരമുള്ളവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ എന്നതില് യഖ്ഷല്ലാഹു എന്നൊരാൾ ഓതിയാൽ അല്ലാഹു ഭയപ്പെടുന്നത് വിവരമുള്ളവരെയാണ് നേരെ തിരിച്ചർത്ഥം വെക്കേണ്ടത്. സംഗതി ഒരു ഫത്തഹ്, കസ്ർ, ലമ്മ് ഒക്കെ ഉദാഹരണം ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഫത്തഹ് മാറിയാൽ മാറും, ലമ്മ് മാറിയാൽ മാറും, കസ്ർ മാറിയാൽ മാറും. അതുകൊണ്ട് തജ്വീദ് ശ്രദ്ധിച്ച് ഓതണം. അങ്ങനെ ഓതുമ്പോ പൊതുവായിട്ട് ഓത്തിന് ഭംഗിയുണ്ടാകും.
സയ്യിനുൽ ഖുർആന ബി അൽസിനത്തിക്കും. ഹദീസിലുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട്, ചില റിപ്പോർട്ടിൽ ബി അസ്വാത്തിക്കും, നിങ്ങളുടെ സൗണ്ട് കൊണ്ട് ഖുർആനിനെ നിങ്ങൾ നന്നാക്കണമെന്നും, സയ്യിനു അസ്വാത്തക്കും ബിൽ ഖുർആൻ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ശബ്ദത്തെ നന്നാക്കണമെന്നും നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ നന്നാക്കണം എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഭംഗിയായിട്ട് ഖുർആൻ ഓതണം. ആലോചിച്ച് നോക്കി, ഒരു പാട്ടും മ്യൂസിക്കും നമുക്ക് ആവശ്യമില്ല. ശരിക്ക് ഖുർആൻ ഇങ്ങനെ കേട്ടാൽ അങ്ങനെ ഇരുന്നു പോകും. ഹറമിലെ ഇമാമിന്റെ ഒത്ത് അത് നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് അതിൽ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഒത്തുകൾ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, റീൽസിനെ, ഇപ്പോ റീൽസിന്റെ കാലാണല്ലോ, ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അതിലേറ്റവും കൂടുതൽ ലൈക്കുകളും അതിന് ഫോളോ അപ്പും ഉള്ളത് ഇത്തരം ഖുർആനിന്റെ ചെറിയ ശകലങ്ങൾക്കാണ്. ചിലപ്പോൾ പെൺകുട്ടികൾ ഓതുന്നതാവാം, ചിലപ്പോൾ ആൺകുട്ടികൾ ഓതുന്നതാവാം. അതിമനോഹരമാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഓതിയാൽ കൂലിയുള്ള ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊക്കെ വീട്ടിൽ റബീഉൽ അവ്വൽ മാസം തുടങ്ങി അവിടെ നിങ്ങട്ട് ദിവസവും മൗലൂദാണ്. മൗലൂദ് ഓതിയ കൂലിട്ടോ? ഞാൻ ഉസ്താദിനോട് ചോദിക്കണ്ട. ഓതിയാൽ കൂലി കിട്ടുന്ന അള്ളാഹുവിന്റെ ദുനിയാവിലെ ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഖുദ്സിയായ ഹദീസ്, അത് അള്ളാഹ് പറഞ്ഞത് തന്നെയാണ്. പക്ഷെ നബിയുടെ ആശയം അള്ളാഹുവിൽ നിന്നാണ്, വാക്കുകൾ നബിയിൽ നിന്നാണ്. അതുപോലും ഓതിയാൽ കൂലി കിട്ടൂല. ഹദീസിന്റെ ഗ്രന്ഥം വായിച്ചാൽ കൂലി കിട്ടൂല. പിന്നെ ഈ ഒരു രക്ഷിതാവില്ലാത്ത ഒരു മൗലൂദ് ഗ്രന്ഥം വായിച്ചാൽ എവിടുന്നാണ് കൂലി കിട്ടുന്നത് എനിക്കറിയില്ല. അപ്പൊ കൂലി കിട്ടുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. അത് അറിയാതെ, അർത്ഥമറിയാതെ, ആശയം അറിയാതെ തഅബ്ബുദിയായിട്ട് ഇബാദത്ത് എന്ന നിലക്ക് ഓതിയാലും കൂലി കിട്ടും എന്നാണ്. എത്രത്തോളം അറിയോ? നിബിതങ്ങൾ പറഞ്ഞത് അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മ ചെയ്താൽ 10 കൂലി കിട്ടും. അതുകൊണ്ട് അലിഫ് ലാം മീം എന്നോതിയാൽ ഓരോന്നിനും 10 കൂലിയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് ഒരക്ഷരം എന്നല്ല ഞാൻ പറയുന്നത്. അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. അപ്പോ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 10 കൂലി കിട്ടും. ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഓതിയാലും കൂലി കിട്ടും. അൽ ഖാരിഉ ലിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആൻ നന്നായിട്ട് ഓതുന്ന ആള് ഖുർആനിനെ സൂക്ഷിക്കുന്ന മലക്കുകളുടെ കൂടെയാണ് അവന്റെ സ്ഥാനം. എന്നാ ഖുർആൻ ഓതുന്ന ആള് വല്ലദി യതഅത്തഉ ഫീഹി, ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ പ്രയാസപ്പെടുന്നു, നേരെ പഠിച്ചിട്ടില്ല, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഓതുന്നത്, അവന് 2 കൂലിയുണ്ട്. ആലോചിച്ച് നോക്കി, പ്രയാസപ്പെട്ട് ഖുർആൻ നമ്മളൊക്കെ പ്രയാസപ്പെട്ട പിന്നെ ഓതാതിരിക്കുക ചെയ്യാം. ആരെങ്കിലും കാണോ കേൾക്കോ എനിക്കറിയില്ല എന്ന് മറ്റോനെ അറിയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അത്തരക്കാർക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന് അവൻ ഓതുന്നതിന്റെ കൂലി, മറ്റൊന്ന് അവൻ ഈ പ്രയാസം സഹിക്കുന്നതിനുള്ള കൂലി എന്നാണ് ഹദീസിലുള്ളതാണ്. അപ്പൊ അർത്ഥം അറിയണം എന്നില്ല, നന്നായിട്ട് പഠിക്കണം എന്നില്ല. പഠിക്കണ്ട എന്നല്ല കേട്ടോ, പഠിക്കണം. പഠിയാതെ തന്നെ ഇന്നു മുതൽ തന്നെ അങ്ങനെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ഓതാൻ തുടങ്ങിയ പടി. ഖുർആൻ ക്ലാസ്സിനൊക്കെ ചില ആളുകൾ വരുമ്പോ പലരും നമ്മളൊന്നും ഓതാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഓതാൻ കഴിയില്ല അവർക്ക്. വലിയ ആളേക്കാരൻ, എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ചെയ്തവരുണ്ടാവും. ഞാൻ എല്ലാരെയും പറയല്ല കേട്ടോ, ഡോക്ടർമാരായിട്ട് പിരിഞ്ഞ ആൾക്കാരുണ്ടാവും, മാഷന്മാരായിട്ട് പിരിഞ്ഞവരുണ്ടാവും, വല്ല അറബി മാഷന്മാർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓതാൻ അറിയുന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ 2ാം ക്ലാസ് പഠിച്ച ഓർമ്മ തന്നെയുള്ളൂ. പിന്നെ ക്രമേണ 2 3 ആഴ്ച കൊണ്ട് അവർ പിക്കപ്പ് ചെയ്ത് വരും. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഖുർആനോത്ത് നന്നാക്കാൻ ഒരു പണിയില്ല. ആർക്കും നന്നായിട്ട് ഖുർആനോത്ത്, അത് ഏതൊരു മൊയ്ലിയന്മാരുടെ കുത്തകയൊന്നുമല്ല. പഠിച്ചു എന്ന് കരുതിയിട്ടൊട്ടും വല്ലാക്കേവില്ല, സ്ഥാനമാനങ്ങളൊന്നും അതുകൊണ്ട് ഇടിഞ്ഞു പോകില്ല. അപ്പൊ അതുകൊണ്ട് പ്രയാസപ്പെട്ടു പോലും ഓതുമ്പോ പഠിക്കണം, അത് പ്രതിഫലമുള്ളതാണ്.
ഹജ്ജിന് പോണ പോലെ, ഉംറക്ക് പോണ പോലെ, നിസ്കരിക്കുന്നത് പോലെ, സുന്നസ്കാരം നിസ്കരിക്കുന്ന പോലെ, നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെ പ്രതിഫലമുള്ള ഏറ്റവും നല്ലത് ഒരു ഇബാദത്ത് ഖുർആൻ ഓതലാണ്. മാത്രല്ല അത് വലിയ ലാഭമുള്ള കാര്യമാണ്, ബിസിനസ്സാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമു സ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. നഷ്ടമില്ലാത്ത കച്ചവടം. ആലോചിച്ചോക്ക്, എന്ത് ബിസിനസ് തുടങ്ങിയാലും ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഖുർആൻ ഓതിയ നഷ്ടമല്ല, നഷ്ടം ഇല്ലാത്ത ബിസിനസ് അള്ളാഹ് പഠിപ്പിക്കുക. ഒന്നാമതായി പറഞ്ഞത് യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക, നഷ്ടമില്ലാത്ത കച്ചവടം. നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, കിട്ടുന്നതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത ബിസിനസ്. അള്ളാഹ് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ എന്ത് ബിസിനസ് ലാഭം ഉണ്ടായാൽ തന്നെ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അള്ളാന്റെ ഒരു നഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഖുർആൻ ഓതുക. നന്നായിട്ട് ഓതുക, മറ്റുള്ളവർ കേൾക്കേ ഓതുക, അതിനുവേണ്ടി പഠിക്കുക. നിസ്കരിക്കണോന്ന് ശല്യപ്പെടുത്താൻ പാടില്ല, ഉറങ്ങണോന്ന് ശല്യപ്പെടുത്താൻ പാടില്ല, അത് വേറെ മസാലയാണ്. നമ്മൾ ഓതുക നന്നായിട്ട്. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വരിക, നബി തങ്ങൾ രാത്രിയായാല് എല്ലാ ഗോത്രക്കാരെയും പിരിച്ചുവിടും. ഓരോ ഗോത്രങ്ങള് അങ്ങനെ പിരിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറയും. എന്നിട്ട് സഹാബികളോട് നബി തങ്ങൾ പറയാ, അശ്അരിങ്ങൾ, അബൂ മുസൽ അശ്അരിയുടെ ഗോത്രമാണ്. അശ്അരി ഗോത്രം എവിടെ താമസിക്കുന്നു എന്ന് എനിക്കറിയാം, വേറെ ആരും എവിടെ താമസിക്കുന്ന എനിക്കറിയില്ല. പിരിഞ്ഞു പോയി ടെന്റട്ടി താമസിച്ചോളി എന്ന് പറയും. അപ്പൊ ഓരോ ഗോത്രക്കാർ ഓരോ സ്ഥലത്ത് താമസിക്കും. അതെങ്ങനെയാണെന്നറിയോ? റസൂല് പറഞ്ഞത് അവരുടെ ഖുർആനോത്തിന്റെ ഭംഗി ഇത്ര ഭംഗിയായിട്ട് വേറെ ആരും ഖുർആൻ ഓതുന്നില്ല. ഖുർആൻ ഓതുന്നില്ല, അത്ര സുന്ദരമായിട്ട്, ശ്രവണ സുന്ദരമായി, മധുരമായി ഖുർആൻ ഓതും രാത്രിയായാൽ അശരീകൾ. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ, പ്രായമുള്ളവരുടെ ചെറുപ്പം ആലോചിച്ചാൽ മഗ്രിബായാൽ എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഓത്ത് കേട്ടിരുന്നു. ചിലരുടെ വീട്ടിൽ മനോഹരമായ ഓത്ത് കേൾക്കും. പെരുന്നാളായ തക്ബീർ കേട്ടിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തുപോയി. ഇപ്പൊ ഈ പാട്ടും ഡാൻസും അല്ലാതെ ഒന്നുമില്ല. എന്തായാലും ഉണ്ട്, ഇതിന്റെ ഇടയിൽ അതിജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെതായ സമാധാനവും ബർക്കത്തും ഉണ്ട് എന്നതും ഒരു സത്യമാണ്. അപ്പോ നബിതങ്ങൾ പറയാം, അശ്അരിയാക്കൾ, അശ്അരികൾ എന്ന് പറഞ്ഞാല് ഈ ത്വരീഖത്തല്ലട്ടോ, അത് വേറെയാണ്. അബൂ മുസൽ അശ്അരിന്റെ ഖബീലക്കാര് നന്നായിട്ട് ഭംഗിയായി ഖുർആൻ ഓതിയിരുന്നു. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളാണ്. ഉബയ്യ് ഇബ്നു കഅബ് കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ നബി പറഞ്ഞു, യാ ഉബയ്യ്, ഇന്നല്ലാഹ അമറനി അൻ അഖറ അലൈക സൂറത്തുൽ ബയ്യിന. ഉബയ്യേ, നിനക്ക് സൂറത്തുൽ ബയ്യിന, ലം യകുനിൽ ലദീന കഫറു എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നിനക്കൊന്ന് ഓതി കേൾപ്പിക്കാൻ എന്നോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് നബി തങ്ങൾ ഉബയ്യനെ വിളിച്ചു പറയാം. അത്ര നല്ല ഓത്ത. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും കൂടി ഓതി കൊടുക്കാൻ. ഉബയ്യ ചോദിച്ചു, നബി എന്റെ പേര് പറഞ്ഞോ? അള്ളന്റെ പേര് പറഞ്ഞോ? ഒരുപാട് ആളുണ്ട് അവിടെ. ഉബയ്യനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആളുകളുണ്ട്. ഹദീസ് റിപ്പോർട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സദഖ ധാരാളമായി ചെയ്യുന്ന ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, യുദ്ധത്തിൽ പോകുന്ന ഖാലിദ് വലീദ് ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഉണ്ട്. അവരൊക്കെ ഹദീസുകളൊക്കെ എഴുതി വെക്കുന്ന ആളുകളാണ്. വളരെ പ്രധാനപ്പെട്ട എല്ലാ രംഗത്തും ഉഷാറായിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം ഉബയ്യനെയാണ് വിളിച്ചത്. ഉബയ്യക്ക, അതോടൊപ്പം എന്റെ പേര് പറഞ്ഞു, അതല്ല ഏതെങ്കിലും ഒരു സഹാബിക്ക് ഓതി കൊടുക്കുന്നതാണോ പറഞ്ഞത്, ഉറപ്പ് കിട്ടാൻ വേണ്ടി. അത് കേട്ടപ്പോ നബി പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. കേട്ടപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്തേ ഉബയ്യനെ തെരഞ്ഞെടുത്തത്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്തുമായിട്ടുള്ള ആ ഖുർആൻ പാരായണമായിട്ടുള്ള വലിയ ബന്ധം, അതാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്.
ഒരിക്കൽ നബിതങ്ങൾ വരികയാണ് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. സമയത്ത് കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി ഉമർ റളിയല്ലാഹു അൻഹു കൂടി. സാധാരണ നബി വരുന്ന ഒരു ഡോറുണ്ട് എവിടേക്ക്? പള്ളിയിലേക്ക്. എപ്പോഴും അറബി രാജ്യത്തൊക്കെ നമ്മളാണ് ഈ ആളുകളൊക്കെ ചാടിക്കടന്ന് വരേണ്ട അവസ്ഥയ്ക്ക് വരുന്നത്. മെഹ്റാബിന്റെ അവിടേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെഹ്റാബിന്റെ അവിടേക്ക് നേരെ ഇമാമിന് വരാനൊരു ഡോറുണ്ടാവും. പക്ഷെ നബിതങ്ങൾ അന്ന് മാറി വേറെ ഡോറിന്റെ അടുത്ത് കൂടെ പോകും. നമുക്കറിയാം, ചില ഭാഗങ്ങൾ തട്ടുണ്ടായിരുന്നു, ചില ഭാഗത്തിന് തട്ടുണ്ടായിരുന്നില്ല. ചില റൂമിന് അരച്ചുമരുണ്ടായിരുന്നു. ഒരച്ചുമരിന്റെ അവിടെ ഇങ്ങനെ വന്നപ്പോ അവിടെ നല്ല മനോഹരമായ ഒരു ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ഇബ്നു ഉമ്മു അബ്ദ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന്. അദ്ദേഹം നന്നായിട്ട് ഖുർആൻ എത്രത്തോളം അറിയോ? നബി പോലും അദ്ദേഹത്തിന്റെ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, ഒന്ന് ഖുർആൻ ഓത്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേ. നിങ്ങൾക്കല്ലേ അങ്ങനെ നമ്മുടെ ബസറയൊക്കെ എന്തിനാ ഈത്തപ്പഴം കഴിച്ചത്? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ എന്തിന് നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരണം? അല്ല, ഞാനത് വേറൊരാള് ഓതുന്നതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വണ്ടിയിലൊക്കെ വെച്ച് നമുക്ക് കേൾക്കാം, പക്ഷെ വേറെ ശ്രദ്ധയൊന്നും പറ്റില്ല. ഖുർആൻ ഓതുമ്പോ അത് ശ്രദ്ധ വേണം. അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ വിവരമുള്ളവരെന്നെ ചെയ്യണ പണിയാണ്. ഖുർആൻ അവിടെ നടക്കുമ്പോൾ ഓന്റെ വർത്താനം പറയാം, അത് പാടില്ല. കേൾക്കുകയാണെങ്കിൽ വെക്കാം. മനോഹരമായ ഖുർആൻ പാരായണം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഓതി കൊടുക്കാൻ. അങ്ങനെ സൂറത്തു നിസായിലെ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, എല്ലാവരെയും നാളെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ അവരുടെ എല്ലാം മേലെ ഒരു ശുപാർശകനായി താങ്കളെയും കൊണ്ടുവരുമ്പോൾ ആ സംഭവത്തെ പറയുന്ന ആയത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക്, മതി. ഖുർആൻ നിർത്താൻ അങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ടാവും. ഹസ്ബുക്, അത്ര മതി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ നോക്കുമ്പോ നബി തങ്ങൾ ഇങ്ങനെ കരയണുണ്ട്. അത് നബിയെ പറ്റി പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, പരലോകത്തുള്ള സംഭവമാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മനോഹരമായിട്ട് ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട്. നബി തങ്ങൾ കൂടെയുള്ളവരോട് പറഞ്ഞു, മുണ്ടല്ലേ. അവര് ചുമരിന്റെ പുറത്തു നിന്നുകൊണ്ട് അതിങ്ങനെ കേട്ടു. നബി തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യസ്മഅൽ ഖുർആന ഗല്ലൻ കമാ ഉൻസിൽ. അബൂബക്കർ ഉമർ പറയാം, ഖുർആൻ അവതരിച്ച അതേപോലെ എങ്ങനെയാണോ എനിക്ക് ജിബ്രീൽ ഓതി തന്നത് അതേപോലെ കൃത്യമായി ഭംഗിയായി നല്ല മധുരമായ ശബ്ദത്തോടുകൂടി ഓതുന്ന ഒരു ഖിറാഅത്ത് കേൾക്കണമെങ്കിൽ ഇബ്നു ഉമ്മു അബ്ദ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്ന ഈ ഓത്ത് കേൾക്കട്ടെ എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. ഉണ്ടാതിരിക്കാൻ കുറെ ഓതിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനം എന്ത് ചെയ്തെന്നറിയോ? ദുആ ചെയ്യാൻ, യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, കൂടെയുള്ള അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരോട് പറഞ്ഞു, ഇതുവരെ ഇബ്നു മസ്ഊദ് അള്ളാന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. സുമ്മ യുസ്മിഉ അല്ലാഹ കലാമഹു. ഇപ്പോ ഇദ്ദേഹം ചെയ്യണത് ഇദ്ദേഹത്തിന് പറയാനുള്ളത് അള്ളാഹിനോട് പറയാണ് എന്നാണ്. ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കുക. എന്താ അതിന്റെ അർത്ഥം? ഇതുവരെ അള്ളാഹ് പറഞ്ഞാൽ നമ്മൾ കേട്ടു, അതാണ് ഖുർആൻ ഓതിയത്. അള്ളാഹ് പറഞ്ഞാൽ നമ്മൾ കേട്ടു. ഇനി നമുക്ക് കുറെ പറയാണ്ടാവും. നമുക്ക് എത്ര പറയാണ്ട്? നമ്മളൊരു 3 മണിക്കൂർ ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയിരുന്നിട്ട് കൗൺസിലറോട് മൂപ്പര് തൊള്ളയും പൊളിച്ചിരിക്കുമ്പോ ഒരു 3 മണിക്കൂർ പറഞ്ഞു കൊടുത്ത് 10,000 റുപ്യ കൊടുത്ത് പോന്നാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അള്ളാഹിനോട് പറയാൻ നമുക്ക് വയ്യ. ചില ആളുകളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട്, എന്നോട് ഈ പറഞ്ഞ മാതിരി അള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളോ ചോദിക്കലുണ്ട്. തമാശയും കാര്യമായിട്ടാ ചോദിക്കല്. പായാരം പറയും, ഒരുപാട് പറയും. ഇപ്പൊ എന്നോട് ഈ പറഞ്ഞ പോലെ, ഞാൻ തമാശക്ക് നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കും, ഇപ്പൊ എന്നോട് പറഞ്ഞ പോലെ അള്ളാഹിനോടൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നല്ല ചോദിക്കും, നമുക്കൊക്കെ എത്ര പറയാണ്ട്? ഒരു കൗൺസിലർ കിട്ടിയാല്, അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരാളെ കിട്ടിയാൽ എന്തൊക്കെ തുറക്കാണ്ട്, നമുക്ക് എന്തൊക്കെ പറയാണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ ഒരല്പം ഖുർആൻ ഓതിയിട്ട്, നബി അങ്ങനെയല്ലേ, ഖുർആനിലൊരു സ്വർഗത്തിന്റെ ആയത്ത് വരുമ്പോ കുറച്ചോനെ സ്വർഗത്തേക്ക് ആക്കണം, നരകത്തിന്റെ ആയത്ത് വരുമ്പോ കുറച്ചോനെ ഇതിന് അഭയം തരണം. നിസ്കാരത്തിൽ വരെ വേണമെങ്കിൽ ചെയ്യാം. ദുനിയാവിലെ പ്രയാസം വരുമ്പോ അള്ളാഹുവെ ദുനിയാവിലെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ എന്നെ ഒഴിവാക്കണം.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ആയത്ത് വരുമ്പോ പഠിച്ചോനെ ദുനിയാവിൽ തരാനുള്ള ഖൈറൊക്കെ തരണം, വേണ്ടാത്തൊക്കെ തട്ടി ഒന്ന് പറഞ്ഞാൽ മതി. കൗൺസിലിംഗ് സെന്ററുകൾ ഇങ്ങനെ മുളച്ചു കൊണ്ടാണ് കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക. ചാടിപ്പോക്കിനോ പ്രേമത്തിനോ എന്തെങ്കിലും കുറവുണ്ടോ? നമ്മുടെ പ്രയാസങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. കാരണം അള്ള പറഞ്ഞത് നമുക്ക് കേൾക്കാൻ വയ്യ, നമുക്ക് അള്ളാഹോടൊന്നും പറയാനില്ല, നാട്ടുകാരോടെ പറയാനുള്ളൂ, കൗൺസിലറോടെ പറയാനുള്ളൂ. ആലോചിക്കി സമിഅ കലാമല്ലാഹ്, അള്ളാന്റെ വാക്ക് കേട്ടു. സുമ്മ ബദഅ യുസ്മിഉല്ലാഹ കലാമഹു, അദ്ദേഹത്തിന്റെ കലാമിനെ സംസാരത്തെ അള്ളാഹ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞു. അത്ര പ്രാധാന്യമുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ. അത് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഖുർആനിന്റെ ഹിഫ്ള് വളരെ പ്രധാനമാണ്. ഖുർആൻ ഹിഫ്ളാക്കുക. ഒരായത്തൊരു ദിവസം പഠിച്ചാൽ തന്നെ മതി. എന്നാൽ തന്നെ നമുക്ക് എത്ര വയസ്സായി? ഒരു 25 വയസ്സ് വരെ അതിന് കുറക്കാം. 60 വയസ്സായിക്കണമെങ്കിൽ 50 ആയിക്കണമെങ്കിൽ 25 കുറച്ചാലും ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത്. നിങ്ങൾക്കറിയോ, കോളേജിൽ അറബിക് കോളേജിലെ കുട്ടികളോട് പോലും ഇന്നലെ ഒരാള് അധ്യാപകൻ പരാതിയായിട്ട് വരിക, 1 മാസമായി അല്ലെങ്കിൽ 2 മാസമായി കോളേജ് തുറന്നിട്ട് അമ്മ യതസാഅലൂ എന്നുള്ള സൂറത്ത് പോലും കുട്ടികൾ പഠിക്കണില്ല. താല്പര്യമില്ല. ബാക്കിയൊക്കെ പോലും പഠിക്കുന്നുണ്ട്. എല്ലാറ്റിനും ഉഷാറാണ്. എന്തൊക്കെ കുട്ടികൾ ഉഷാറ്, പഠിക്കാത്തതിനൊക്കെ പോലും ഉഷാറാണ്. ഒരു സൂറത്തുകൊണ്ട് കടന്ന് കെട്ടിയും പറയാണ് 1-3 പ്രായമുള്ള കുട്ടികൾ. ഇതാണ് അവസ്ഥ. ഖുർആൻ ഹിഫ്ളാക്കണം. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഓതാം, കുറച്ചൊക്കെ പഠിക്കണം. അല്പം പോലും ഖുർആൻ മനസ്സിലില്ലാത്തവൻ പഴങ്കബർ പോലെ എന്നാ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ. പഴങ്കബർ പോലെ. ഖബർ മാന്ത്യ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒരു മണം ഉണ്ടാവും, കുറച്ച് എല്ലും കോലും ഉണ്ടാവും. അതുകൊണ്ട് ഹിഫ്ളാക്കുക. നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു സാധനമില്ല. അതിനെന്താ പറയാ, വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ബംഗാളികളെ നമ്മൾ ഇതിനെ അവലംബിക്കേണ്ടി വരുന്നത്. പള്ളിക്കമ്മിറ്റിക്കാർക്ക് താല്പര്യമുണ്ട്, നല്ലൊരു ഇമാമ് വേണം, താല്പര്യമുണ്ട്. ജമാഅത്തിന് വരുന്നവർക്ക് താല്പര്യമുണ്ട്, നല്ലൊരു ഓത്ത് വേണം. ഇവിടെ ഓത്തില്ലെങ്കിൽ മറ്റേ പള്ളികൾക്ക് പോകും. അവര് ഇതല്ലാതൊന്നും അറിയാന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. സംസ്കാരത്തിന്റെ ഫർളോ ഷർത്തോ ഒന്നുമുരുന്ന കാര്യങ്ങൾ വരെ അറിയാത്ത ഇമാമുമാരൊക്കെ ഉണ്ട്. അപ്പോ നല്ല ഓത്ത് നമുക്ക് ഇഷ്ടമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പ്രത്യേകിച്ച് സുബ്ഹിക്കൊക്കെ കുറച്ച് കൂടുതൽ ഓതുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടമാണ് നമുക്ക്. പക്ഷെ ഓതാ അറിയണ്ടേ? ഇമാമ് നിൽക്കാൻ പിടിച്ച അറക്കാൻ പിടിച്ച മരിക്കാരോ അത്ര അധികം പേടിയാണ്. ഒരു 2-3 സൂറത്ത് പഠിച്ചാൽ എന്താ വരാൻ പോണത്? എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരൻ ആലോചിച്ച് നോക്കി, ഓൻ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒക്കെ ഹിഫ്ളായിക്കാരം. ഒരാൾ പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് എന്താ വില വെച്ചാൽ അപ്പണ് പറയേണ്ട റേറ്റ്. കച്ചവടക്കാർ പറയില്ലേ, നിങ്ങൾ എവിടുന്നും പണി എടുത്ത് നോക്കിക്കോളൂ. ഏത് അങ്ങ് ഞാൻ ഇരുന്ന് കാണാൻ പഠിക്കട്ടെ, നോക്കട്ടെ, ഉസ്താദിനോട് കേട്ടെ അറിയില്ല, അല്ലെങ്കിൽ മുതലാളി പറ്റേ അറിയില്ല. അല്ല, ഒരു കച്ചവടക്കാരൻ അങ്ങനെയാണ്. ഓന് കച്ചവടത്തോളം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇതിനെന്താ വില എന്ന് വെച്ചാൽ അതിന്റെ കൃത്യം വില ഒക്കെ പറയുന്നത്, ഡിസ്കൗണ്ട് പറയും, എല്ലാം ഓങ്ങോട്ട് പറയും. ഒക്കെ ഓൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഖുർആനിൽ ആയത്ത് വെച്ചാലോ നമുക്ക് മൊയിലിയെ വിളിക്കാതെ മൊയിലിയെ നട്ടപ്പാതർക്ക് വിളിച്ചു കൊടുത്താണ് അതിലെ 10 വയ്ക്കാൻ വേണ്ടി. ആലോചിച്ചു, നമ്മൾ പഠിച്ചാൽ പടിയുള്ളത് ഒരു പണിയില്ല ഖുർആൻ പഠിക്കാൻ. സഹാബികളൊക്കെ അങ്ങനെ പഠിച്ചതാണ്. ആ കാലഘട്ടത്തിൽ മൊയിലിയന്മാർ എന്ന് പറഞ്ഞിട്ടോ ബംഗാളികൾ പറഞ്ഞിട്ടോ വിഭാഗം ഉണ്ടായിരുന്നില്ല. ഇമാം വെക്കാൻ പ്രത്യേക വിഭാഗം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹിഫ്ളാക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഹദീസ്, പരലോകത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. സ്വർഗം മേൽപോട്ടാണ്, നരകം കീഴ്പോട്ട്. ദറജ എന്ന് പറയാം ഖുർആനിൽ. അറബിയിൽ ദറജ എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് ഇങ്ങനെ. ഇതിന് മേലക്ക് നമ്മുടെ പള്ളി മേലക്ക് ദറജ എന്ന് പറയാം. അടിയിലുള്ള അണ്ടർഗ്രൗണ്ടിന് അറബിയിൽ പറയാ ദർക്ക് എന്നാണ്. ദർക്ക്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖീങ്ങള് നരകത്തിന്റെ ഏറ്റവും അടിയിലേക്കുള്ള തട്ടില്ല. ദർക്ക്. മദീനത്തൊക്കെ പോയാൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കാണും. മക്കത്തും മദീനത്തൊക്കെ ഇപ്പോഴുണ്ട്. തമിഴ്നാട്ടിൽ വരെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുറവാന്ന് മാത്രം. എന്നാലും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കണ്ടമാന സ്ഥലങ്ങളിലുണ്ട്. അത് ദർക്ക് എന്ന് പറയും. മേലേക്ക് പോകും തോറും ദറജ എന്ന് പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ ഫിർദൗസാണ്.
സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു മാനദണ്ഡം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഖ്റ വറത്തിൽ കമാ അൻത തുറത്തിലു ഫിദ്ദുനിയാ എന്ന് സ്വർഗത്തേക്ക് പോണ്ടവനോട് അല്ലാഹ് പറയുന്നു. നീ ദുനിയാവിൽ ഓതുന്ന പോലെ ഓതിയിരുന്നത് പോലെ എന്നെ സ്വർഗം കിട്ടുന്ന അർത്ഥം. നീ ഓതിക്കോന്ന് പറയും. ഓതിക്കോന്ന് പറയുമ്പോ ഓനങ്ങനെ ഓതിയിട്ട് ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ അവസാനം നീ എത്തിയിട്ട് നിന്റെ ഖുർആനോത്ത് എവിടെ വെച്ച് അവസാനിക്കുന്നുവോ ആ ദറജയിലേക്ക് നിനക്ക് കയറാം. ആലോചിച്ചോക്കി, ഇങ്ങനെ ഒരു നിയമം നമ്മുടെ വെള്ളിയാഴ്ച പള്ളികൾക്ക് വരാൻ വെച്ച എന്തേക്കാര അവസ്ഥ? ഈ കുൽവല്ലോണ്ട് എവിടുക്കാവും കയറി പോവുക? എല്ലാരും ഇവിടെ വരും, ഈ തട്ടിലൊരു താഴത്തുണ്ടാവും, മേലൊക്കെ ഒരൊറ്റ ആൾ കയറാണ്ടാവില്ല. ഈ കുൽവള്ളി അലന്തർ കൈഫിൽ പഠിച്ചിട്ട് എവിടേക്ക് എത്താനാ? ഇത് അറിഞ്ഞാൽ അള്ളാഹ് പറയുമ്പോ അതൊക്കെ ഒരു തൗഫീഖാണ്. അവിടെ പരലോകത്തൊരു തൗഫീഖാണ്, ദുനിയാവിലത്തെ മാതിരി കണക്കൂട്ടണ്ട. അള്ളാഹ് നിശ്ചയിക്കുന്ന ദറജയിലേക്ക് അവന്റെ ഖുർആൻ ഓതിക്കൊണ്ട് അവന് കയറിപ്പോകാം, ഫിർദൗസ് വരെ എത്താം. അതുകൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ആലോചിക്കുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചില്ലേ, ഓരോരുത്തരും ജീവിക്കുന്ന ഖുർആൻ. ഖുർആനിലുണ്ട് മനുഷ്യരോട് എങ്ങനെ പെരുമാറും. വഖൂലു ലിന്നാസി ഹുസ്നാ, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം. പക്ഷെ മോശമായിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നത്. ഖുർആനെതിരാണ്. നല്ല സ്വഭാവം സ്വീകരിക്കണം, അതില്ല, ഖുർആനെതിരാണ്. അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം, ചെയ്യണില്ല, ഖുർആനെതിരാണ്. ആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, ചെയ്യണില്ല. ആലോചിച്ചോക്കൂ, നമ്മൾ അറബി നാട്ടിൽ നിന്ന് പോന്നു, ഗൾഫിൽ നിന്ന് പോന്നപ്പോ നമ്മുടെ ഇഷ്ടപ്പെട്ട കഫീല് നമുക്കൊരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിച്ചോളെ. ഇപ്പോഴത്തെ കാലത്ത് മൊബൈലില് അത് അറബിയിലാണ്, എന്താണാവോ, എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട മെസ്സേജാണ്, കഫീലാണ്, നല്ല കാര്യപ്പെട്ട ആളാണ്, അയാൾക്കൊക്കെ കായൊക്കെ വിളിച്ച് തരലുണ്ട്. അങ്ങനെ നമ്മൾ ആരെങ്കിലും അവഗണിക്കൂ? ആ മെസ്സേജിനെ അവഗണിക്കൂലല്ലോ. എവിടുന്നാണോ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിലെന്താണോ പറഞ്ഞത്, മൂപ്പര് പറഞ്ഞു കഴിച്ചൊരു കത്ത് എഴുതാനൊക്കെ എന്തെങ്കിലും തരാതെ പറഞ്ഞു അത് ചെയ്യിപ്പിക്കും നമ്മള്. ഇപ്പോഴല്ലേ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷനും ചാറ്റ് GPT ഒക്കെ വന്നിട്ടുള്ളത്. അതിന്റെ മുമ്പ് ഞങ്ങളൊക്കെ പണി അതായിരുന്നു. അറബി മാഷന്മാരെ കാത്തുക്കുണ്ടാവും അറബിക്ക് കത്തെഴുതാൻ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആനുകൂല്യം കിട്ടാറുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കെ, അത് ഗൾഫ് പോകുമ്പോഴാണ്. ഞാൻ പറയലുണ്ട്, മടങ്ങും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്കാ പോണത്. ഒന്നെങ്കിൽ പെട്ടിയേറ്റ് വരും, അല്ലെങ്കിൽ പെട്ടിയിൽ വരും എന്നാ പറയുന്നത്. എന്തായാലും വരും, ഉറപ്പാണ്. ഗൾഫിൽ പോക്ക്. എന്നിട്ട് അതിനു വേണ്ടി ഒരു മെസ്സേജ് വന്നാൽ അതിന്റെ ഭാഷ, ദേശം ഒന്നും പ്രശ്നമാക്കാതെ അതൊക്കെ നമ്മൾ സ്വീകരിക്കും. എന്നാ ശാശ്വതമായിട്ട് മടങ്ങിപ്പോകാം, മടങ്ങി വരാത്തൊരു പോക്കുണ്ട്. അതിനുള്ള പാസ്പോർട്ടാണ് അള്ളാഹ് തന്നത്, അതിനുള്ള വിസയാണ് അള്ളാഹ് തന്നത്. ഒന്ന് വായിച്ചു നോക്കണ്ടേ? എന്തായി പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കണ്ടേ? അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും നമ്മൾ പഠിക്കണം. ടേസ്റ്റ് ആസ്വദിച്ചു പഠിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട്, സുഡാനി അവലെന്ന പോലെ തിന്നാൻ പാടില്ല. അവല് കൊടുത്തപ്പോ അതിന് ഒരു മണി എടുത്തിട്ട് ഇങ്ങനെ രുചിച്ച് തുപ്പിക്കളഞ്ഞു, കയ്പാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിന്ന അവലിന്റെ ടേസ്റ്റ് ഇട്ടില്ല, ഒന്നാകെ തിന്നണം. ഖുർആൻ വായിക്കണം, പഠിക്കണം, ആശയങ്ങൾ മനസ്സിലാക്കണം, ഹിഫ്ളാക്കണം, പാരായണം ചെയ്യണം, അതിൽ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തണം. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം. അത് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയിരുന്ന് ഒരു ദിവസം ഒരു ഖുതുബ കേട്ടു, ഒരു ദിവസം ഇതെന്ത് ക്ലാസ്സാ, ഇതൊന്നും ഉഷാറില്ല, അങ്ങനെ ആയാലും നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഉണ്ട് ആരംഭശൂരത്വം. തുടർച്ചയായിട്ട് നമ്മുടെയൊക്കെ ജോലി തിരക്കിന്റെ ഇടയിൽ 24 മണിക്കൂർ ഉണ്ടല്ലോ. അതന്നെ എല്ലാവർക്കും ഉള്ളൂ. പ്രധാനമന്ത്രിക്കും അതന്നെ ഉള്ളൂ, ട്രംപിനും അതന്നെ ഉള്ളൂ. ഓല കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. അവർ ടൈം മാനേജ്മെന്റോട് കൂടി ഒരു ദിവസം ഒരു കൃത്യസമയം, ഒന്നും വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മൊബൈലിലുള്ള ഒരു ആപ്പ് ആലോചിക്കൂ. തുറന്നോക്കാത്തൊരു ആപ്പ് പലപ്പോഴും ഖുർആനായിരിക്കും. തുറന്നോക്ക പോലുമില്ല, നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്.
ഒരു ദിവസം ഒരായത്തും അതിന്റെ അർത്ഥം ഒന്ന് മൊബൈൽ ഉപയോഗിച്ചിട്ട് തഫ്സീറിൽക്കും പോണ്ട, എവിടേക്കും പോണ്ട, ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് നോക്കിയിട്ടെങ്കിലും ഒരു ദിവസം ഒരായത്തൊന്ന് പഠിച്ച് ഒന്ന് മനസ്സ് ഫ്രഷ് ആവാം. 2 മിനിറ്റ് മതി, അല്ലെങ്കിൽ 3 മിനിറ്റ് മതി ഒരു ദിവസം. പക്ഷെ നമ്മൾ തയ്യാറാവണം. ഹൽ മിൻ മുദ്ദക്കിർ, അല്ലാഹു ചോദിക്കുക വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ. പഠിക്കാനും ഓർക്കാനും ചിന്തിക്കാനും വളരെ എളുപ്പമാണ് ഈ ഖുർആൻ. ഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. അപ്പൊ അതിന് ഒരു മറുപടി, ഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും പഠിക്കാനുണ്ടോ, തയ്യാറുണ്ടോ ചോദിക്കുമ്പോ തയ്യാറുണ്ട് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ ഖുർആനോടുള്ള ആ ഹിജ്റാനുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്റെ ഖൗമ് ഇതിനെ ഒഴിവാക്കിയല്ലോ എന്ന് പറയുന്ന ആ ഖൗമിൽ പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതിനായി നമ്മൾ ഒരുങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ ഖുർആൻ പഠിച്ചവർക്ക് വലിയ സ്വാധീനമുണ്ടായി. ഇന്നും അതുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ചാൽ ഇപ്പൊ 2 ആള് മരിച്ചു, ഒരു ഖബറേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഖബർ വേണം എന്നതൊന്നും ഇസ്ലാമിലില്ല. ഒരു ഖബറിൽ 2-3 ആളുകളെ മറവ് ചെയ്യാം. അപ്പൊ നബിതങ്ങൾ അതിന് തെരഞ്ഞെടുത്തിരുന്നത് ആരെ ആദ്യം വെക്കണം ഖബറിലേക്ക്. അതിന് തെരഞ്ഞെടുത്തിരുന്നത് ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളെയാണ് ഖബറിൽ മുന്തിക്കുക എന്നുള്ളത്. പരലോകത്ത് സ്ഥാനുണ്ട് എന്ന് നബി പഠിപ്പിച്ചു. അവന് പരലോകത്തും അള്ളാന്റെ അടുത്ത് സ്ഥാനുണ്ട്. ഖബറിലും ആദ്യം വെക്കേണ്ടത് അവനെയാണ്. അതൊരു മസ്അല കൂടിയാണ്, ഫിഖ് മസ്അലയാണ്. 2 ആളെ ഒരു ഖബറിൽ, ഓരോ ഖബറൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ഇക്കെന്താ കുറവെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഖബർ ഒത്തിന്റെ ആവശ്യമില്ല. ഒരു ഖബർ മതി. 2-3 മറ നടക്കുമ്പോൾ ഒരേ ഖബറിൽ മറവ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ തന്നെ അതിന് ചെയ്തിരുന്നത് പിന്നെ ആദ്യം നല്ല ഖുർആൻ അറിയുന്ന ആളെയാണ് ആദ്യമായിട്ട്. നിസ്കരിക്കുമ്പോ ഇമാം വെക്കുമ്പോൾ അങ്ങനെ തന്നെ. അതില് ആരെങ്കിലും ഒരാൾ ഇഖാമത്ത് കൊടുത്താൽ മതി, അതിന് ഡിമാൻഡില്ല. പക്ഷെ ഇമാം നിൽക്കുമ്പോ അഖ്റഉക്കും ലി ഖുർആൻ. അഖ്റഉ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ഏറ്റവും കൂടുതൽ വായിക്കുന്നവൻ, ഓതുന്നവൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതല്ല. ആ അല്ലമുക്കുന്ന ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, ഓതണോ മാത്രല്ല. അതാണ് ഈ ബംഗാളികളെ കൊണ്ടുവരുന്ന പ്രത്യേകത. നല്ല ഓതും, പക്ഷെ അറിവുണ്ടാവും. ഞാൻ ചിലപ്പം ചിലരോട് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു മസ്അല അറിയില്ല അവർക്ക്. ഓന്റെ ഓതും മുറിഞ്ഞപ്പോ എന്താ ചെയ്യാന്ന് അവനോട് ചോദിച്ചാലും അറിയില്ല. അവനങ്ങനെ പോവും. ഒക്കെ ഹുക്കുമുകളുണ്ട്. നിസ്കാരത്തിൽ ഇമാമിന്റെ ഓതും മുറിഞ്ഞു, ഖുതുബ നടത്തുമ്പോ ഇമാമിന്റെ ഓതും മുറിഞ്ഞു. എന്ത് ചെയ്യും? മസ്അല 2 റക്അത്തുള്ള നിസ്കാരം അല്ലെങ്കിൽ 4 റക്അത്തുള്ളത് 3 റക്അത്ത് നിസ്കരിച്ച് സലാം മുട്ടി എന്ത് ചെയ്യും? ഈ കമ്മിറ്റിക്കാരും ബംഗാളികളൊക്കെ പുറകെ കടന്ന് കെട്ടിമറിയാന്നല്ലാതെ മസ്അല ഇട്ടുവോ? അതുകൊണ്ട് അവിടെ ചോദിച്ചത്, അവിടെ പറഞ്ഞത് ഏറ്റവും ഫിഖ്ഹും ഖുർആനും, ഖുർആൻ ഉണ്ടെങ്കിൽ ഫിഖ് ഉണ്ടാവും, വിവരമുള്ള ഒരാൾ ഇമാമ് കിടന്ന. അപ്പൊ ദുനിയാവിലൊക്കെ റസൂലുള്ള കൽപ്പിച്ചത് ഖുർആൻ അറിയുന്നവന് ഏറ്റവും ദൈവം. പക്ഷെ നമ്മള് അങ്ങനത്തെ പണിക്കുന്ന യാതൊരു മുൻഗണനയും കൊടുക്കില്ല. അതിനാരുമില്ല. ശമ്പളം കൊടുത്താൽ തന്നെ ഇപ്പോഴും ലോകത്ത് മാറാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് മൊയ്ലിയന്മാരെ ശമ്പളം. അത് 10 റുപ്യ തന്നെ ഏത് കാലത്ത്. ചിലർക്ക് ചെലവ് കൊടുക്കും. ബംഗാളിയാണെങ്കിൽ അവൻ കൊടുക്കണ്ട, കുറച്ച് കുമ്പളങ്ങ വാങ്ങിക്കൊടുത്താൽ മതി. എന്നാവും ഇപ്പൊ എന്തായാലും പറയാ, ഉണ്ടാക്കേണ്ട സബ്ജിയോ ഇതുണ്ടാക്കി തിന്നോളുന്ന രൂപത്തിലാണ് അവഗണന. ഹറമിൽ അങ്ങനെയല്ല. ഹറമിൽ ഇമാമുക്കാൻ എനിക്കറിയാം പല ആളുകളും എന്റെ കൂടെ പഠിച്ചവരുണ്ടായി. അവരൊക്കെ ഹറമിലെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 56 പ്രാവശ്യമൊക്കെ ആവർത്തിച്ചിട്ട് അവർ പോയിട്ട് തറാവീനാണ് പോയി നിൽക്കുന്നില്ല. 56 പ്രാവശ്യം 60 പ്രാവശ്യമൊക്കെ ഓതുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവർ ഇമാമ് നിൽക്കുക. പണിയാണ്. ശമ്പളം ലക്ഷക്കണക്കിന് റിയാലുകൾ ശമ്പളം കൊടുക്കും. നമ്മുടെ മൊയ്ലിയർക്കോ 10,000 കൊടുത്താൽ തന്നെ അടുത്ത കമ്മിറ്റി കൂടി അവൻ ചോദിച്ച് ദൂരം കെടുത്ത 10,500 ആക്കും. അതൊക്കെ മാറണം. മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പൈസ കൊടുക്കണം. നിങ്ങൾക്കറിയോ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ, പല ജാതി ജോലിയാണ്. ചോറിന് വിളമ്പി കൊടുക്കാൻ പോകുക, കാറ്ററിംഗ് സർവീസ്, ഇതിലേറെ പൈസ കിട്ടും. ഒരു കാറ്ററിംഗ് സർവീസിന് പോയി 1000 റുപ്യ വരെ കിട്ടും.
ഒരു കുട്ടിക്ക്. ആ പണിയും കൂടി ഇതിന് കൊടുക്കണില്ല, ആ പൈസ കൂടി ഇതിന് കൊടുക്കണില്ല. ഞാൻ നമ്മുടെ പള്ളിയല്ല പറയണ്ട, മൊത്തത്തിൽ എല്ലാ കമ്മിറ്റി ഇതിലൊക്കെ എല്ലാവരും ഇത്തിഫാക്ക, സുന്നി മുജാഹിദും ജമാഅത്തൊക്കെ ആ കാര്യത്തിൽ ഉഷാർ. മറ്റവർക്ക് റബീഉൽ മാസം വന്നാലും എന്തെങ്കിലും കിട്ടും, നമ്മൾ പറഞ്ഞ് മുടക്കുക എന്നല്ലാതെ എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അതുമില്ല. റബീഉൽ അവ്വൽ മാസം വന്നാലെങ്കിൽ ഓൽക്ക് എന്തെങ്കിലും കിട്ടും. ഒരാൾ മരിച്ചാലും ഓൽക്ക് കുറെ കിട്ടും. അതുകൊണ്ട് ഇത്ര പൊലിവിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല. ഒരാൾ മരിച്ചാല് ഒന്നുമില്ലാഞ്ഞിട്ടാണ്. നിങ്ങളൊരാളെ വിളിച്ച് നല്ലൊരു ജോലി കുറച്ച് ശമ്പളം കൊടുത്തു നോക്കി, ഓനെ ഈ മൗലൂദ് റാത്തീബ് ഒന്നും ഇവിടെ നടക്കൂല. മാന്യമായ വേതന നമ്മൾ കൊടുത്താൽ ശിർക്കും ബിദഅത്തൊക്കെ ഓരോട് പ്രസംഗിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതൊരു വിഷയം, അതിന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. മാന്യമായിട്ട് അവർക്കൊക്കെ ജീവിക്കാനുള്ള വക കൊടുത്താൽ തീർച്ചയായും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. ദീൻ ഒരുപാട് വലുതാവും. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിക്കുന്നവരെ ഏറ്റവും ചുരുങ്ങിയത് അവരെ അവഗണിക്കെങ്കിലും ചെയ്യും. അവരെ അവഗണിക്കരുത്, അവരെ തള്ളിക്കളയരുത്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയണം. ഞാൻ പള്ളിക്കല മൊയിലേര പറഞ്ഞ 300 ഉറുപ്പിക മത്തി അവനക്ക് 150 ഉറുപ്പിക കിട്ടുമോ? നിങ്ങളാരും മീൻ കച്ചവടക്കാരെല്ലാം കൊടുക്കുവോ? അവനും അത് വേണം. അപ്പൊ അള്ളാഹു റസൂലൊക്കെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത്തരം ആളുകളെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിജയവും ഇന്നും കാര്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. സർക്കാരിലുണ്ട്. സർക്കാർ പട്ടാളക്കാർക്ക് ഒരു ഇമാമ് വേണം, നോട്ടിഫിക്കേഷൻ വരും, അപേക്ഷ കൊടുത്ത മാന്യമര്യാദക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇതേറ്റ് നടക്കുന്ന കമ്മിറ്റിക്കാരെ കൊടുക്കുന്നില്ല പല സ്ഥലത്തും. അതുകൊണ്ടാണ് നമ്മുടെ രംഗം ഇങ്ങനെ വഷളായത്. നമുക്കൊരാളില്ലാതെ, കാരണം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് കുട്ടികൾക്ക് തോന്നാൻ. അറബി കോളേജിൽ നടത്തുന്ന ആളാണ് ഞാൻ, പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ എനിക്കറിയാം അവിടെ ചേരുന്ന കുട്ടികളുടെ അവസ്ഥ. അവർക്കൊക്കെ 6 മാസം കൊണ്ട് ജോലി കിട്ടുന്ന വിഷയങ്ങളാണ് അവർക്ക് വേണ്ടത്. ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കൊല്ലം പഠിച്ചാലും കിട്ടുന്നത് 10,000 ഉറുപ്പികയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കാശ് കൂട്ടാൻ അതൊന്നും അല്ല പറഞ്ഞത്, വിഷയം പറയണം. അള്ളാഹും റസൂലും ഏറ്റവും കൂടുതൽ ആദരിച്ചത് ഖുർആൻ അറിയുന്ന ആളുകളെയാണ്. നമ്മൾ അവഗണിക്കുന്നതും അവരെയാണ്. ഈ ഒരു ചിന്തക്കൊരു മാറ്റം ഉണ്ടായാൽ തീർച്ചയായും ഈ രംഗം വിജയിക്കും, മാറി വരും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.